പറവൂർ പെരുവാരം മഹാദേവസേവാ സമിതിയുടെ മഹാദേവ കലാക്ഷേത്രയിൽ വിഷ്ണുഗോവിന്ദ് ആചാര്യയുടെ കീഴിൽ ചെണ്ടമേളം അഭ്യസിച്ചവരുടെ അരങ്ങേറ്റം നടത്തി. കെ ആഷിഖിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഭാഗവതാചാര്യൻ അഡ്വക്കേറ്റ് ആർ രാമനാഥൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബി വിമൽകുമാർ, രജീഷ്, പേങ്ങൻ, എസ് രാധാകൃഷ്ണൻ, ജലജ രവീന്ദ്രൻ, സന്ദീപ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാദേവ സമിതി രൂപീകരിച്ചിട്ട് ഏതാണ്ട് 14 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലോട്ട് കടക്കുന്നു. ഈ 15ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റം ഇത് 3ാമത്തെ അരങ്ങേറ്റമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കലകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സേവാസമിതിയുടെ മുഖ്യ ലക്ഷ്യം. ആ മുഖ്യ ലക്ഷ്യം സർവാത്മനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നിപ്പോ ഈ കുട്ടികളുടെ അരങ്ങേറ്റം കഴിയുന്നതോടൊപ്പം തന്നെ പുതിയ ബാച്ചിലേക്കുള്ള കുട്ടികളെ നമുക്ക് കിട്ടുകയും അത് ഏതാണ്ട് ഒരു വിധമൊക്കെ നടത്തി കഴിഞ്ഞു. 3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സോപാന സംഗീതം ഇതുപോലെ തന്നെ നമ്മൾ അരങ്ങേറ്റം ഇതേ വേദിയിൽ തന്നെ വെച്ചുണ്ടായിരുന്നു. അന്നും ഇതേപോലെ തന്നെ ഈ ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ അരങ്ങേറ്റം നടത്തിയത്. ഇന്നും അതുപോലെ തന്നെ നമുക്ക് വയലിനും സോപാനത്തിനുള്ള കുട്ടികളും റെഡിയായി കഴിഞ്ഞു. പെരുവാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് മേള കലാകാരന്മാരെ വാർത്തെടുത്തൊരു പ്രദേശമാണ്. പല ദൂര പ്രദേശങ്ങളിലുള്ള ക്ഷേത്രോത്സവങ്ങളുടെ നോട്ടീസ് കാണുമ്പോൾ അതില് പെരുവാരം ചേർത്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാരെ കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മഹാദേവ സേവാ സമിതിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ഈ മേളം അഭ്യസിപ്പിക്കലും അതിനുവേണ്ടിയുള്ള ആചാര്യന്മാരെയും കണ്ടെത്തി നമ്മൾ അത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ തുടർന്നുള്ള പ്രയാണത്തിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ മേള കലാസ്വാദകരുടെയും നല്ലവരായ ഭക്തജനങ്ങളുടെയും നിസ്സീമമായ സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ മഹാദേവ സേവാ സമിതിയുടെ ഭാരവാഹികൾ, ഇത്തരത്തിലുള്ള മേളം അതെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിനും അത് അഭ്യസിപ്പിക്കുന്നതിനും മുൻകൈയെടുത്ത രക്ഷകർത്താക്കൾ, ഇവരെ എല്ലാവരെയും ആദ്യം അനുമോദിക്കുകയാണ്. പെരുവാരത്തപ്പൻ്റെ അനുഗ്രഹമുള്ള വളരെയേറെ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് കലാബോധം ഉള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിൽ കലയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഘടന മഹാദേവ സേവാ സമിതി അത് രൂപം കൊണ്ടതും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതും വളരെ ശ്ലാഘനീയം. ഇനിയും കുട്ടികൾ അധികം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ കാര്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉദിക്കുന്നത്, ഇങ്ങനെ അഭ്യസിച്ചു പോകുന്ന കുട്ടികൾ അതിൽ സാധകം ചെയ്തുകൊണ്ട് അഥവാ പിന്നാലെ അതിൽ ശക്തമായിട്ടുള്ള ഒരു പ്രഭാവം ചെലുത്തത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അരങ്ങേറിപ്പോകുന്ന കൊച്ചുകുട്ടികളെല്ലാം തന്നെ അവിടം വെച്ച് അവസാനിപ്പിക്കാതെ പിന്നാലെയും അത് തുടർന്ന് സാധകത്തിലൂടെ അവർക്കെല്ലാവർക്കും പ്രസിദ്ധി ഉണ്ടാകട്ടെ, അതിന് ശ്രമിക്കണമെന്നാണ് അപേക്ഷ. നമുക്ക് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളും അപ്പുകുട്ടി പൊതുവാളും അതുപോലെ കലാമണ്ഡലം കേശവനും ചാലക്കുടി അമ്പീശനും ഒക്കെ പോയതിന് ശേഷം ഇത്തരത്തിൽ പ്രഗത്ഭവതികളായിട്ടുള്ള ആൾക്കാരെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അന്നവാട പരമേശ്വരമാരാ, വീതാംബരമാരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഗത്ഭന്മാരായിട്ടുള്ള പഞ്ചവാദ്യ വിദഗ്ധന്മാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ഈ വരുന്ന കുട്ടികളും അതുപോലെ ഇവിടം വെച്ച് അവസാനിപ്പിക്കാതെ തുടർന്ന് അതിൽ തന്നെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ള ഒരപേക്ഷയോടുകൂടി സർവ്വവിധ ആശംസകളും നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം അവർക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.